എന്തുവാ അത്? ഞാനാ ആണോ? 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 ഹായ് ഹായ് ആൻറ്റി. ന്യൂസിലാൻഡിലുള്ളവർ നമ്മളോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ നാട്ടിലേക്ക് എപ്പോഴും തിരിച്ചു പോകുന്നതെന്ന്. ശരിക്കും നമ്മൾ എന്തിനാ കേരളത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നേ? നല്ല ഫുഡിന് വേണ്ടിയാണോ? അതോ ഫാമിലിയെ കാണാനാണോ? അതോ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉള്ളതുകൊണ്ടാണോ? ഇനി നല്ല സ്ഥലങ്ങൾ കാണാനാണോ? അതോ നമ്മുടെ ഫാമിലി അല്ലാഞ്ഞിട്ടും നമ്മളെ ഫാമിലിയെ പോലെ സ്നേഹിക്കുന്നവർ ഉള്ളത് കൊണ്ടാണോ? സത്യം പറഞ്ഞാൽ ഇതെല്ലാതും കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നമ്മളെ ഫാമിലിയെ പോലെ കാണുന്ന ഒരു കുടുംബത്തോടൊപ്പം 2 ദിവസം സ്പെൻഡ് ചെയ്യാനും പിന്നെ ആ ഗ്രാമത്തിലുള്ള ഉത്സവം കൂടാനുമാണ് പോകുന്നത്. നമുക്ക് ഒരു എനർജി തരാൻ നമ്മുടെ കസിൻസും വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിരപ്പള്ളിയും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ പോകുന്നുണ്ട്. ഇത് വെറും ഒരു യാത്രയല്ല, ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തതും മെമ്മറീസ് ഉണ്ടാക്കിയ യാത്രയായിരുന്നു. ദിസ് ഇസ് അപൂർവ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു ലിവിംഗ് മല്ലു. യാത്ര തുടങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്ക് കാറിലാണ്. നാട്ടിൽ വന്നതിന് ശേഷം വിശാൽ ഇപ്പോഴാണ് വണ്ടി ഓടിക്കുന്നത്. സ്ട്രെസ്ഡ് ആയിട്ടാണ് ഓടിക്കുന്നത്? എങ്ങനെയുണ്ട് ഇന്ത്യൻ റോഡ്സ്, കേരള റോഡ്? ഭയങ്കര ഡേഞ്ചറാണ്. അഡ്വഞ്ചറാണ്. പ്രാന്തോ? ആൾക്കാർക്കൊക്കെ പ്രാന്ത് പിടിച്ച പോലെ ഓടിക്കുന്നത്. കാറുകളൊക്കെ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലോറികളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റൈഡർ കണ്ണാപ്പികളുമാണ് ഈ പ്രശ്നം. ബസ്സുകളോ? ബസ് പിന്നെ ദൂരെ നിന്ന് കാണാനല്ലേ, അതുകൊണ്ട് മാറി കൊടുക്കാം. ചാലക്കുടി കഴിഞ്ഞോടെ റോഡുകളൊക്കെ ചെറുതായി തുടങ്ങി, ബഹളങ്ങളൊക്കെ കുറഞ്ഞു. ഗ്രാമത്തിന്റെ ഭംഗിയും ചെറിയ റോഡുകളും കൃഷിയിടങ്ങൾ ഒക്കെ തെളിഞ്ഞു വന്നു. എങ്ങും ട്രാഫിക്കും ഹോണടികളും ഒന്നുമില്ല. ഫ്രഷ് എയറും സമാധാനവും മാത്രം. നമ്മളൊരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീടിനടുത്ത് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ പോയത് ഒരു ആനയിലാണ്. 1 അല്ല 2 എണ്ണം. അടുത്ത അമ്പലത്തിൽ ഒരു ഉത്സവമുണ്ട്, അത് കാണാനാണ് നമ്മളെ ക്ഷണിച്ചത്. അവിടത്തേക്കുള്ള ആനയാണ്. പിന്നെ അവര് വീട് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിലും നമ്മളെ എല്ലാവരെയും ഫാമിലിയെ പോലെ കാണുന്ന ഒരു കുടുംബമാണിത്. പിന്നെ ഈ യാത്ര സ്പെഷ്യലാക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരുമുണ്ട്. പിന്നെ കഴിഞ്ഞ യാത്രയുടെ ഹാങ് ഓവറും കൂടി ഉള്ളത് കൊണ്ടാണ് അവർ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നത്. സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് പുറത്തോട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങി. ആനയെ കാണാനും വേണ്ടി കൂടിയാണ്. ഇവിടുത്തെ കുട്ടിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അവന് ആനയുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ നമ്മളെ പിടിച്ചു നിർത്തിയൊക്കെയാണ്. എൻ്റെ പേരെന്തുവാ?
കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരും എത്തി. വീട്ടിലുള്ളവർ നല്ല ചായയും അടിപൊളി പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ബ്യൂട്ടിഫുൾ ഹൗസാണ്. ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒത്തുകൂടിയിരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്, മുകളിലും താഴെയും എല്ലാം. ഉത്സവം തുടങ്ങാൻ ഇനിയും കുറച്ച് സമയമുണ്ട്. അതുവരെ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാമെന്ന് വിചാരിച്ചു. അടിക്കുന്നവര് ഒരു ചെറിയ ബോൾ അടയ്ക്കൂടുണ്ട്, ശ്രദ്ധിച്ചോണേ. ഫൈനലി ഉത്സവത്തിൻ്റെ സമയമായി. നല്ല തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. പുറത്തു നിന്ന് തന്നെ നമ്മളെല്ലാം ആസ്വദിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഫയർ വർക്ക്സ് കണ്ടത്. ഈ ഏരിയയിലുള്ള മറ്റു വീടുകൾ പോലെ തന്നെ ഈ വീടും ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി നല്ലൊരു ഡിന്നർ കഴിക്കാൻ സമയമായി. അപ്പവും പൊറോട്ടയും ബീഫും സ്റ്റൂവും ചിക്കനും എല്ലാം ഉണ്ട്. വയറ് നിറച്ച് ഞങ്ങൾ കഴിച്ചു. ഡിന്നറിന് ശേഷം കുറച്ച് മധുരം, ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനും. കൊടുത്തല്ലോ. ഉറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും മേലെ ചെന്ന് കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഒരു സുലൈമാനിയും കുടിച്ചു. ഇനി ഉറങ്ങുന്നതുവരെ കഥ പറച്ചിലും ചീട്ട് കളിയുമായിരിക്കും. ഇനി ഇങ്ങനെ ഒരു അവസരം ഇവരുടെ കൂടെ കിട്ടുമെന്ന് തോന്നുന്നില്ല.
അടുത്ത ദിവസം തുടങ്ങിയത് തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. അപ്പവും ചിക്കൻ സ്റ്റൂവും ചിക്കൻ കറിയും എല്ലാം ഉണ്ട്. വി ആർ ഗെറ്റിംഗ് സ്പോയിൽഡ് ഹിയർ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. വാഴച്ചാല് തൃശ്ശൂർ ജില്ലയിലാണ്, ചാലക്കുഴി പുഴയിലും പിന്നെ ഷോളയാർ റേഞ്ചസിനടുത്തുമാണ്. നല്ല തിരക്ക് വരുന്ന സ്ഥലമാണ് ഇവിടെ. ചുറ്റും നല്ല തിക്ക് കാടും തട്ടായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാജിക്കൽ അറ്റ്മോസ്ഫിയറും ഇതിനെല്ലാം പേര് കേട്ടതാണ് വാഴച്ചാൽ. വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. നല്ല സ്റ്റീപ്പും റോക്കിയുമായ വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് ബാരിക്കേഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റീസും ക്യാൻറ്റീനും ഇവിടെയുണ്ട്. അടുത്ത സ്റ്റോപ്പ് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഇവിടെ വന്നിട്ട് അത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിരപ്പള്ളിനെ ഇന്ത്യയിലെ നയഗ്ര ഫോൾസ് എന്നും വിളിക്കാറുണ്ട്. കേരളത്തിലെ ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ്. എല്ലാവരും വെള്ളത്തിൽ കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. നമുക്ക് വിഷമം ഉണ്ടാക്കിയൊരു കാഴ്ച ഇതാണ്. കുറേ നാപ്പീസ് ഉപയോഗിച്ച് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കല്ലുകളുടെ ഇടയിലും അവിടെയും ഇവിടെയും ആയിട്ട് ഇട്ട് കിടക്കുന്നത് കണ്ടു. അത് വളരെ മോശമായി തോന്നി. ഇതാരാ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെ ടൂറിസ്റ്റുകളും വരുന്നതാണ്. അതൊക്കെ കണ്ടിട്ട് അവർക്കും മോശം തോന്നും. അൺഹൈജീനിക്കും ആണ്. ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ് ഈ അതിരപ്പള്ളി വാട്ടർഫോളിന്. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട. ഒരുപാട് ഇന്ത്യൻ ഫിലിംസിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണിച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ്. മുകളിൽ നിന്നും വ്യൂ ഉണ്ട്, താഴെ ഇറങ്ങിയിട്ടും വ്യൂ ഉണ്ട്. സോഡയുണ്ടോ? സോഡ 4 സർവത്ത.
ബക്കറ്റാണ്. താഴത്തെ വ്യൂ കണ്ട് തിരിച്ചു കയറിയപ്പോഴേക്കും ഞങ്ങൾ കുഴഞ്ഞു. ഇതോടെ പോയി എനർജി ഡ്രിങ്ക് വാങ്ങാൻ എനർജി ഡ്രിങ്കോ? വരും. എത്ര രൂപ നോക്കും? വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി ഒരു ക്വിക്ക് ലഞ്ചും കഴിച്ച് എല്ലാവരോടും യാത്ര പറയാനുള്ള സമയമായി. ബോയ്സ് എല്ലാം കൊല്ലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേര് പാലക്കാട്ടിലേക്ക്. ഇവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട് തിരിച്ചു പോകുമ്പോൾ വിശാലിന് ഭയങ്കര വിഷമമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു യാത്രയായിരുന്നു നമുക്കിത്. അതിൽ നിന്ന് ഒരുപാട് സന്തോഷവും മെമ്മറീസും ഉണ്ടായി. ഇനി എന്ന് ഇവരെ കാണും, ഇതുപോലെ കൂടുമെന്ന് പറയാൻ പറ്റില്ല. പാലക്കാട്ട് പോകുന്ന വഴി ഞങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പാലക്കാട് ട്രിപ്പും അൺഎക്സ്പെക്റ്റഡ് ആണ്. ഈ യാത്രയിൽ നിന്ന് കിട്ടിയ മോട്ടിവേഷൻ കൊണ്ട് പിന്നെ പോവാമെന്ന് വിചാരിച്ചു വെച്ച പാലക്കാട് ട്രിപ്പ് ഇന്ന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അതിന് ഈ ട്രിപ്പിന് പാക്ക് ചെയ്യാത്തതുകൊണ്ട് പാലക്കാട് നിന്ന് ഇടാനുള്ള ഡ്രസ്സും കൂടി വാങ്ങിയിട്ട് വേണം പോവാൻ. എൻ്റെ ചെറിയമ്മയുടെ വീട് പാലക്കാടുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് പാലക്കാട് വെച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ലിവിങ് മല്ലു.